ഹബീബി ഈദ് മുബാറക്. ഇന്ന് കേരളത്തിലും ഗൾഫ് നാടുകളിലും ഒക്കെ ചെറിയ പെരുന്നാൾ ആഘോഷം ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഘോഷം പ്രധാനമായിട്ടും രാവിലെ പള്ളികളിൽ പോവുക, ഒപ്പം തന്നെ ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം കഴിക്കുക, അത് കഴിഞ്ഞ് സുഖമായി കിടന്നുറങ്ങുക. അതാണ് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളത്. ഏതാണ്ട് ആ നിലയ്ക്ക് തന്നെ പോവുകയാണ്. ഇന്ന് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് കയറി വന്നിരിക്കുകയാണ്. ഇവരാരൊക്കെയാണ്, ഇവരെന്തൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പരിചയപ്പെടാം. എന്തായാലും നല്ല മണം വരുന്നുണ്ട്. കുക്കിംഗ് അറ്റ് ഇറ്റ്സ് പീക്കാണ്. ദാ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ചെമ്പൊക്കെ ഇവിടെ ഉള്ളിയൊക്കെ ഇങ്ങനെ കാണാം. മസാല റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പില്ലാന്ന് തോന്നുന്നു. ഏയ് ഭയങ്കര തിരക്കാണല്ലോ. മെയിൻ ഷെഫ് എന്ന് പറയുന്നത് മിസ്റ്റർ മുനീറാണ്. ഞങ്ങളൊക്കെ അവന്റെ ഹെൽപ്പർമാരാണ്. ബിരിയാണി പരിപാടി, അതിൽ ഫിഷ് 2 ഐറ്റം ഉണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട്. അതിന്റെ സ്പെഷ്യൽ മാസ്റ്റർ ഇവരാണ്. ഞങ്ങളൊക്കെ അതിന്റെ ഒരു സഹായികളായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അടുത്ത ആളാണ്. ഇവരൊക്കെ അതിന്റെ മെയിൻ ആളുകളാണ്. അപ്പോൾ എല്ലാ വർഷത്തും പോലെ ഞങ്ങളായ രീതിയിൽ എൻജോയ് ചെയ്യുന്നു. എല്ലാ തവണ ഇങ്ങനെ ഒരുമിച്ച് കൂടാറുണ്ടോ? എല്ലാ തവണയും ഇനിയും കുറെ ആളുകൾ വരാനുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ പ്രതിസന്ധി കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി ഒന്ന് കൂടുതൽ ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് വിളിച്ചൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ പുറത്ത് ആഘോഷങ്ങളൊക്കെ ഇപ്പൊ വളരെ കുറവാണല്ലോ. അതെ. അപ്പൊ എന്തായാലും തകൃതിയായിട്ട് ഇതൊക്കെ ഇങ്ങനെ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡില് ചിക്കൻ ഉണ്ട്, ചെമ്മീൻ ഉണ്ട്, മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ട് പറയാനുള്ളത് ഇപ്പൊ ഈ ഒരു ടൈമില് പ്രവാസികളൊക്കെ കുറച്ച് പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു ടൈമാണ്. അപ്പൊ ഇതിനു മുമ്പും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തു ഈ നാടും അതുപോലെ തന്നെ പ്രവാസികളും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു പ്രതിസന്ധിയും എത്രയും പെട്ടെന്ന് അവസാനിക്കും. കാര്യങ്ങളൊക്കെ പഴയ രീതിയിലേക്ക് എത്തും. ഉമ്മൻ്റെ ബിരിയാണി കിച്ചണിൽ പോയി ഉമ്മ ബിരിയാണി ഉണ്ടാക്കുന്നതിന്. അപ്പോൾ ഉമ്മ പറഞ്ഞ് കുളിച്ച് റെഡിയായിട്ട് ഈദിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഉമ്മൻ്റെ ആങ്ങളെ വന്ന് നമ്മളെ കൂട്ടിയിട്ട് കുറേ പ്ലേസസിൽ നമ്മൾ പോകും. എന്തായാലും നമ്മൾ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ് അവരും പറയുന്നത്. ഈ സമയവും കടന്നു പോകും. എന്തായാലും ഈ സമയം പെട്ടെന്ന് കടന്നു പോകണം, കാരണം ഭക്ഷണം കഴിക്കാനുള്ളതാണ്. അത്ര കൊതിപ്പിക്കുന്ന സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബാച്ചിലേഴ്സ് റൂമുകളിലൊക്കെയും ദുബായിൽ വലിയ തോതിൽ അല്ലെങ്കിൽ UAE-യിലും ആകമാനം ഗൾഫ് രാജ്യങ്ങളിലെ ആകമാനം ആഘോഷം ഇതാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, അത് പങ്കിട്ട് കഴിക്കുക, ഒപ്പം അതിനുശേഷം സുഖമായി കിടന്നുറങ്ങുക. അതൊക്കെയാണ് സാധാരണഗതിയിൽ പ്രവാസികളുടെ ഒരു പെരുന്നാൾ ദിനം എന്ന് പറയുന്നത്. ക്യാമറമാൻ ശരത് ചെറുകുന്നിനൊപ്പം മുഹമ്മദ് റൈസ്, 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.